ശുശ്രൂഷ നിർവഹിച്ചു. സഭയോടും സുവിശേഷ വേലയോടും ഒക്കെ വളരെ താല്പര്യമുള്ളൊരു കുടുംബമാണ്. പ്രിയ പിതാവ് മക്കളെ വളർത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പോയി പാർക്കുവാൻ ഇടയാക്കിയപ്പോൾ അവിടെയൊക്കെ ദൈവ കൃപയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനും ദൈവിക ശുശ്രൂഷയിൽ ബന്ധപ്പെട്ടായിരിക്കാനും ഒക്കെ ദൈവം അവരെ സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിച്ച് ലോകത്തിൽ ജീവിക്കുന്നവർ വീണ്ടും മുഖാമുഖമായി ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയിൽ പിതാവിനെ യാത്രയെത്താൻ ദൈവം ഈ കുടുംബത്തിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്കത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. മസ്കറ്റ് ഇടവകയുടെ സെക്രട്ടറിയാണല്ലോ. മസ്കറ്റിൽ നമ്മുടെ ഇടവകയ്ക്ക് നേതൃത്വം നൽകുകയും വിദേശത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ബേബി സാമിനെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇപ്പോൾ മുൻ ഇടവകയായ റവർ മാത്യു പി തോമസ് അച്ഛൻ മസ്കറ്റ് ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ വ്യസനത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഒരു വാക്ക് അനുശോചനം പറയുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുവാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടുള്ള നന്ദി അറിയിക്കാം. ഈ പിതാവിനെ പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. കഴിഞ്ഞ 3 വർഷം ഒമാനിൽ മസ്കറ്റ് റൂബി ഇടവകയുടെ ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ മടങ്ങി വന്ന സാഹചര്യത്തിൽ ഈ 3 വർഷവും ആ ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് വലിയ കൈത്താങ്ങൽ നൽകിയ ഒരു വ്യക്തിത്വമാണ് ഈ വാത്സല്യ പിതാവിൻ്റെ കൊച്ചുമകൻ ബേബി സാം. അവിടെ പ്രവർത്തിച്ച 2 വർഷവും ഇടവകയുടെ സെക്രട്ടറി ആയിട്ട് വളരെ സ്തുത്യർഹമായ ശുശ്രൂഷ സാം നിർവഹിച്ചയാളാണ്. 1 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഈ 13-14 വർഷത്തേക്കും അദ്ദേഹത്തെ വീണ്ടും അവിടെ തിരഞ്ഞെടുക്കും. സ്ഥാനം ഒഴിയാൻ ആഗ്രഹിക്കുമ്പോഴും നിർബന്ധിച്ച് പിടിച്ച് ഏൽപ്പിച്ച് ആ സ്ഥാനത്ത് നിർത്തുവാൻ ആ ഇടവക പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ഈ വാത്സല്യ പിതാവിൻ്റെ ഗുണഗണങ്ങളൊക്കെ ബേബി സാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സാമിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായതും സഭയ്ക്ക് വലിയ ഒരു കൈത്താങ്ങൽ നൽകുവാനിടയായതും ഈ പിതാവിൻ്റെ പ്രേരണയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ മസ്കറ്റ് റൂബി ഇടവകയ്ക്ക് അനുശോചനം അധികമായിട്ട് അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. വലിയൊരു മിഷൻ സപ്പോർട്ട് ആ കുടുംബം ഇടവകയ്ക്ക് നൽകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ആ വിധത്തിൽ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പരിശീലിപ്പിച്ച പിതാവിൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണ നിഴലിൽ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്ത മേച്ചൽപ്പുറത്ത് കാണാമെന്നുള്ള പ്രത്യാശയോടെ പിതാവിനെ യാത്ര അയക്കുവാൻ പ്രിയപ്പെട്ടവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ മസ്കറ്റ് ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ധാരാളം ആളുകൾ അനുശോചനം അറിയിക്കുവാനുണ്ട്. വളരെ വേഗം ആളുകൾ അനുശോചനം അറിയിക്കണം ഓർപ്പിക്കുന്നു. ഇപ്പോൾ അച്ഛൻ്റെ മൂത്തമകൻ രാജൻ്റെ കസനായിരിക്കുന്ന ബഹുമാനമുള്ള TM ജേക്കബ് അച്ഛൻ അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട പാപ്പച്ചായൻ്റെ വേർപാടിൽ വേദനയോടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇടവക അംഗങ്ങളെ, സ്നേഹിതരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം നന്മയുടെ മുഖങ്ങൾ കണ്ടെത്തിയ, ജീവിതത്തിൻ്റെ അഭിലാഷമെല്ലാം യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ വളർത്തി, മക്കളെയെല്ലാം അനുഗ്രഹമായി വളർത്തി, ഓരോ അനുഭവങ്ങളിലും ഈ ഇടവകയിലും ഈ ദേശത്തും കൊട്ടാരക്കരയുടെ ഈ ഭാഗങ്ങളിലുമെല്ലാം ആത്മീയ ശുശ്രൂഷയുടെ ചുക്കാൻ പിടിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പാപ്പച്ചായൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും വേദന ഉളവാക്കുന്നതാകുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കരുവാറ്റ കളപ്പരയ്ക്കൽ കുടുംബത്തിന് വേണ്ടിയാകുന്നു. എൻ്റെ സഹധർമ്മിണി ജോളി ജേക്കബ് കളപ്പരയ്ക്കൽ കുടുംബാംഗമാകുന്നുവല്ലോ. അതുകൊണ്ട് ആ കുടുംബാംഗത്തിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേദനയും ഈ സമയത്ത് അറിയിക്കുന്നു. കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വടക്കെടുത്ത് അനുശോചനം അറിയിക്കുന്നു.
ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയ പാപ്പച്ചായൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വളരെ കൊച്ചുനാൾ പോലെ ഈ പള്ളിയിൽ സൺഡേ സ്കൂളിന് വരുന്ന കാലഘട്ടം മുതൽക്ക് പ്രിയ പാപ്പച്ചായനെ കാണുകയും എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ അവരുടെയൊക്കെ ശിക്ഷണത്തിൽ എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബവും വടക്കെടുത്ത കുടുംബവും തമ്മിൽ നേരത്തെ വളരെ ബന്ധമുള്ള കുടുംബമാണ്. എൻ്റെ ഫാദറും മദറും അതുപോലെ പാപ്പച്ചായനും ഒക്കെ ഒരുമിച്ച് ഈ പള്ളിയിൽ വരികയും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ പള്ളി ഇത്ര വലിയതാക്കി തീർക്കുകയൊക്കെ ചെയ്തതിനുള്ള മുഖ്യ പങ്കാളിത്തത്തിലുള്ളതാണ് പാപ്പിച്ചായൻ. പാപ്പിച്ചായൻ്റെ വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ നിലയിലും അതുപോലെ വടക്കിളത്ത് കുടുംബത്തിൻ്റെ പേരിലും കൊട്ടാരക്കര പഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നത്. സെന്റ് ബേസിൽ ഓർത്തഡോക്സ് ചർച്ച് ന്യൂയോർക്കിന് പ്രതിനിധിച്ചുകൊണ്ട് അനിൽ മാത്യു അനുശോചനം അറിയിക്കുന്നു. Respected Achins, the bereaving family and my dear friends. മലയാളത്തിൽ എങ്ങനെയും സംസാരിക്കാമെന്നുള്ള ഇതിലാണ് ചില പ്രയാസം എന്തെങ്കിലും. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഈ പിതാവിൻ്റെ വേർപാടിലല്ല എങ്കിലോ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പള്ളിയിലെ മെമ്പർ 1992 തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഇന്ന് ലാലുവിനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ളടത്ത് ദൈവത്തിൻ്റെ ഇറ്റ് വാസ് ഹിസ് ഡിസിഷൻ ദാറ്റ് ഞങ്ങൾ ഇന്നിവിടെ കാണണം. എന്താ ലാലുവിനെ അല്പം കൂടെ മനസ്സിലാക്കുവാൻ എനിക്ക് കൃപയുണ്ടായതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ലാലു ഞങ്ങളുടെ പള്ളിയിലെ മെമ്പറാണ്. സെയിൻറ്റ് ബേസിൽ ഓർത്തഡോക്സ് ചർച്ച് ഫ്രാങ്ക്ലിൻ സ്ക്വയർ 1992 തൊട്ട് ഇവിടുന്ന് പല മെമ്പേഴ്സ് സെയിൻറ്റ് ബേസിൽ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ലാലുവിനോട് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ മരിക്കുന്നതിന് മുമ്പേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, റെനി ഞാൻ പോവാ, പക്ഷെ റെനി അപ്പച്ചനെ കാണാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും, ഞാൻ കാണാൻ വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ലാലു അടുത്ത വായിക്ക് പറഞ്ഞൊരു വാക്കാണ്, റെനി കാർമൽ ഹൈസ്കൂളിനോട് വരണം. അത് വലിയൊരു വീടല്ല, പക്ഷെ ഒരു ചെറിയ പഴയ വീടാണ്. ഞാൻ പറഞ്ഞു ലാലു വീടാണോ, എനിക്ക് അപ്പച്ചനെ കാണണോ, അതല്ലല്ലോ നമ്മുടെ കൺസേൺ. പക്ഷെ ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരങ്ങളൊക്കെ യാത്ര അയച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ലാലുവിനെ എനിക്ക് ആശ്വാസപ്പെടുത്തുവാനുള്ള ധൈര്യമുണ്ടെന്നറിയാം. ഇന്ന് ഈ പിതാവിനെ ഞാൻ അറിയുന്നില്ല, പക്ഷെ ലാലു ഞങ്ങളുടെ ഇടവകയിൽ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഈ പിതാവിൻ്റെ ഒരു എക്സാക്ട് പിക്ചർ ഇന്ന് ലാലുവോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാലുവോടത്തെ സൺഡേ സ്കൂൾ ടീച്ചർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹെഡ് മിസ്ട്രസ്, ശ്രീസ്മായത്തിൻ്റെ സെക്രട്ടറി, ശ്രീസ്മായത്തിൻ്റെ ഡയസിസ് റെപ്രസെൻറ്റേറ്റീവ്, ഇന്ന് ഞങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റി മെമ്പറായിട്ട്. സോ ഇന്ന് നമ്മൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന യങ്സ്റ്റേഴ്സ് ഷുഡ് സ്റ്റഡി സംതിങ് ആൻഡ് ഗോ ദാറ്റ് വി ഷുഡ് ബി എ കാർബൺ കോപ്പി. നമ്മുടെ മാതാപിതാക്കളുടെ അതേ പിക്ചറായി തീരുവാൻ, മറ്റുള്ളവരുടെ മുന്നേ ശോഭിക്കുവാൻ നമ്മളെപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണം. ഇന്നും ലാലുവിൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെയും സഹോദരനെ ഞാൻ അറിയും, പക്ഷെ ഞാൻ അങ്ങനെ കോൺടാക്റ്റ് ഇല്ല, കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ലാലും ഞാനും തമ്മിൽ വലിയൊരു പ്രാർത്ഥനാ വലയത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കും, ആ പള്ളിയുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളോടൊക്കെ പറയാനുള്ള നമ്മുടെ മാതാപിതാക്കളുടെ ഛായ നമ്മളായിത്തീരണമെന്ന് മാത്രം ഓരോരുത്തരോട് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ശോഭിക്കുന്ന വിളക്കായി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഇന്ന് സെയിൻറ്റ് ബേസിൽ ഓർത്തഡോക്സ് ചർച്ച് ഫ്രാങ്ക്ലിൻ സ്ക്വയറിലെ വികാരി അച്ഛനും കമ്മിറ്റി മെമ്പേഴ്സും എല്ലാ ഇടവകകളുടെയും നാമത്തിൽ ഞാൻ ഞങ്ങളുടെ അനുശോചനം ഞങ്ങൾ ലാലുവിനെയും കുടുംബത്തെ അറിയിക്കുന്നു. ഇനി പിതാവൻ നമ്മളോട് പറയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിൽ ഞങ്ങളൊക്കെ എപ്പോഴും കളിയാക്കി പറയുന്നത് ഞങ്ങൾ മർത്തോമാ പള്ളി, അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ നിലനിൽക്കുന്നതെന്ന്. തീർച്ചയായിട്ടും എന്താ ഞങ്ങളെ ഇവിടുന്ന് മർത്തോമാ സഭയിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ തന്ന കൃപയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പിതാവ് നമ്മളോട് ഒരു കാര്യം മാത്രം പറയുന്നു, പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ നീ ഓർക്ക, എന്നെ മറന്നിടാൻ നിങ്ങൾ ഒരു നാളും ഇടയാകരുതേ. ലാലും കുടുംബാംഗങ്ങളും we heartily give our condolences to you. May God give you the strength and support to go through this and continue to be a shining lamp for your dad and mom. Thank you. Thank you.
ഈ ഡയോസിസിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള ജിജി മാത്യു അച്ഛൻ അനുശോചനം അറിയിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഈ വന്യപിതാവിൻ്റെ കൊച്ചുമകൻ ബേബി സാമിലൂടെയാകുന്നു ഈ പിതാവിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതം പകർത്തി എഴുതിയ പ്രിയപ്പെട്ട മക്കളും കൊച്ചുമക്കളും സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ വിലപ്പെട്ടതാണ്. ഈ ഭദ്രാസനത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കുന്ന ഒമാൻ മാർത്തോമ ഇടവകൾ, പ്രത്യേകിച്ച് റൂവി മാർത്തോമ ഇടവക സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ബേബി, ആ ഇടവകയ്ക്കും സമൂഹത്തിനൊക്കെ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് അവിടെ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വന്യപിതാവിന് സഭയോടും സമൂഹത്തോടുമുള്ള കടപ്പാട് ആ ദീപശിഖ അണഞ്ഞു പോകാതെ തൻ്റെ മക്കളിലൂടെ, കൊച്ചുമക്കളിലൂടെ അത് പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം കൂടിയാണ് പ്രിയമക്കൾ. ഈ അപ്പച്ചന് യേശു കർത്താവിനെ അറിയുവാനായിട്ട് ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിച്ച് നല്ലപോലെ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് വാടാത്ത കിരീടം പ്രാപിപ്പാനായി നമുക്ക് മുമ്പേ വാങ്ങിപ്പോയിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും ആ പ്രതിഫലം പ്രിയ പിതാവ് വാങ്ങും എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. ക്രിസ്തീയ പ്രത്യാശയോടെ നമുക്ക് ഈ പിതാവിനെ യാത്ര അയക്കാം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ പിതാവിലൂടെയും പ്രിയ കുടുംബാംഗങ്ങളുടെയും സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വന്യപിതാവിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിൻ്റെ എല്ലാവിധ അനുശോചനവും ഈ സമയത്തെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ ദൈവം ആശ്വസിപ്പിക്കുകയും ക്രിസ്തീയ പ്രത്യാശയാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. അവസാനമായി ഒരാൾ കൂടെ അനുശോചനം അറിയിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ബഹുമാനമുള്ള മാത്യു സാർ, ബാബജാന്റെ ബന്ധുവും അടുത്ത സുഹൃത്തും സഹോദരത്തിലുമൊക്കെയാണ്. ബഹുമാനമുള്ള മാത്യു സാറിനെ അനുശോചനം അറിയിക്കാനായിട്ട് വിളിക്കുന്നു. അതിനുശേഷം സേവിയ സംഘത്തിന് വേണ്ടി റീത്ത് സമർപ്പിക്കുവാനായിട്ട് വത്സമ്മ ചാക്കോ, ബഹുമാനമുള്ള അച്ഛന്മാരെ, കടന്നു വന്നിരിക്കുന്ന സ്നേഹമുള്ള എല്ലാവരുമേ, വാസ്തവത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ വളരെ ബന്ധുക്കളാണെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ സ്നേഹിതരായിട്ട് എല്ലാ ആഴ്ചയും കണ്ടുമുട്ടുകയും എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പാപ്പച്ചൻ്റെ വിയോഗത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങൾ ഇടപെടാതെ അനുശോചനങ്ങളൊന്നും പറയാതെയൊക്കെ ഇരിക്കുക. എങ്കിലും അച്ഛൻ തന്ന നല്ല സന്ദർഭത്തിന് വേണ്ടി അച്ഛനെ നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ പാപ്പച്ചൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെ ഓർത്ത്, പാപ്പച്ചൻ്റെ മക്കൾ ചെയ്യുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകളെ ഓർത്ത് എല്ലാവർക്കും കടന്നു വരാനും ഒക്കെ ഉള്ള അവകാശം ദൈവം കൊടുത്തു. 2 ആഴ്ച ശുശ്രൂഷിക്കാൻ സാധിച്ചു. എല്ലാവർക്കും വരാനും കാണാനും ഒക്കെ സാധിച്ചു. വീണ്ടും പെട്ടെന്ന് യാതൊരു പ്രയാസവും ആർക്കും വരുത്താതെ ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും പാപ്പച്ച പൊയ്ക്കൊള്ളുക, നിനക്ക് ദോഹയുമായി പന്നി കടന്നു വരുമെന്ന് പ്രത്യാശയോടെ പാപ്പച്ചനെ യാത്ര അയക്കാം. അന്ന് നമുക്കും പ്രത്യാശയോടെ ദൈവസന്ധിയിലെ അവനെ കാണാനുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. കുടുംബത്തോടുള്ള അനുശോചനം ഞാൻ എൻ്റെ കുടുംബവകയായിട്ടും ഇടവകയുടെ വകയായിട്ടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ശുശ്രൂഷ ഉടൻ തന്നെ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് അനുശോചനം പറയുവാനായിട്ടുള്ള സമയമില്ല. ദയവായി സേവികാ സംഘത്തിന് വേണ്ടി ഇപ്പോൾ വത്സമ്മ ചാക്കോ റീത്ത് സമർപ്പിക്കുന്നു.
അതിനുശേഷം യുവജന സഖ്യത്തിന് വേണ്ടി ജെഫിൻ ജോൺ റീത്ത് സമർപ്പിക്കുന്നു. ഇടവക മിഷന് വേണ്ടിയുള്ള അനുശോചനം അറിയിക്കുന്നു. കടലാവള പ്രാർത്ഥന കൂട്ടത്തിന് വേണ്ടി പി കെ പാപ്പച്ചൻ റീത്ത് സമർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് തുരുത്തിയിൽ കുടുംബയോഗത്തിന്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. സമയപരിമിതി മൂലം അന്ന് വിളിക്കുന്നില്ല, ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് അഭിനന്ദ യുവാക്കിമാർ കോർലോസ് തിരുമേനിയാണ്. തിരുമേനി എത്തിച്ചേർന്നിട്ടുണ്ട്. റീത്ത് സമർപ്പിച്ചാട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജലപ്രകാരം മരിച്ചു നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിലവിയാലാകാവുന്നതും അവന്റെ സന്താനങ്ങളെയും പാവമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാവിലേക്ക് തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ഠതയുള്ള ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിരദാസന സംസ്കാരത്തിന്റെ സമയത്തും നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധയുടെ സകലസന്താനങ്ങൾക്ക് ഭാഗ്യബലമണവറിയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നേടുന്നവയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവനുയോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടി ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സ്തോത്രങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും മഞ്ഞുപോകാത്ത നല്ല മഹിമയും നിലനിരേറ്റുവാൻ യോഗ്യരായി തീരണമേ. തന്റെ ശേഷപ്രകാശത്തിങ്കൽ വേറുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടികൾ മാലാഖമാർ സ്മരിക്കുകയും ചെയ്തുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കൊണ്ടുള്ളവരിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് എന്റെ വാർത്ത പ്രകാശിപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ പ്രകാശവും
ശക്തിയുള്ള ശബ്ദം കണ്ടുപിടിച്ചവരെ ഏൽപ്പിക്കുകയും ഞങ്ങളുടെ ഇഷ്ടത്തിന്റെ ആംഗ്യത്താൽ നെതുകാവിരിക്കുന്നവരെ ജീവനുള്ളവരുടെയും ഞെരുത്തവരുടെ ന്യായാധിപതിയുമായിരിക്കുന്ന മിശിഹാതമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്ത്രീ ബഹുമാനം വന്നതിനോട് യോഗ്യമായിരിക്കുന്നു.
ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വിളിവരുളിയ ഇമ്പമുള്ള ബഹുമാനിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ ഞങ്ങൾക്ക് യജ്ഞത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദം നൽകുമാറാകണമേ. നിന്റെ ശേഷത്തിൽ ഉദിക്കുന്ന ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളാകുന്ന ഞങ്ങളോട് നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധരായിക്കും സ്തുതിയും സ്ഥാപനവും ഏറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര രക്ഷാപദാർത്ഥങ്ങൾ നമുക്കായി കരുതീരാ. നമ്മുടെ വസ്ത്രങ്ങൾ നിരുഷ്ടം മണ്ണാലെങ്ങല നീ മെനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചടിയോ മണവാളൻ ഉദിക്കാൻ നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മണവരിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
ദൈവപുത്രൻ തന്റെ സൈന്യങ്ങളുടെ 1000 പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്ക് ന്യായവിധിക്കുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടാത്തവനാരുള്ളൂ? രാജാവ് തന്റെ സിംഹാസനം ഇരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തന്നെ മുൻപാകെ ഒന്നിച്ചു കൂടുകയും സർവഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. തീജ്വാഴിൻ വഴിയുള്ള ഭയങ്കരനായ രാജാവ് തന്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു. അവർ നീതിമാന്മാരെ ന്യായക്കാരിൽ നിന്ന് വേർതിരിക്കുന്നവർ ഭയങ്കരത്വമുള്ള വലിയ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുന്നു. രാജാവ് തന്റെ വലഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവേൻ എന്ന് കൽപ്പിക്കുന്നു. അവിടെ അടുത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ, നരകാഗ്നിയിലേക്ക് പോകുവേൻ എന്നരുളി ചെയ്യുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തന്റെ മുൻപാകെ സകല സൃഷ്ടികളും കമ്പിട്ട് വന്നിക്കുന്ന രാജാവും കർത്താവുമായുള്ളവേ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്റെ ഉപദേശത്തെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ പിതാവിന് മഹത്വവും മരിക്കുകയും ആദാമിനെ ജയിപ്പിക്കുകയും ചെയ്ത പുത്രനെ വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആശ്വാസമായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണത്തിന്റെ ആസായത്തിലുള്ളതാകുന്നു. ആകാമാനുസര സന്താനങ്ങളും അത് കുടിപ്പാനൊന്നിൽ നിന്ന് ഒന്നിലേക്കതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് സ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. സഹോദരന്മാരെ, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് വിലയിരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ ഉറവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിലുള്ള എന്നുള്ളതിന് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് താൻ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്നതാം ആകാശത്തിൽ കർത്താവിനെ എഴുന്നേൽക്കാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട്
അന്യോന്യം ആശ്വസിക്കനായിരിക്കും. സകലവും അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് കർത്താവേശുമസിയായുടെ വിശുദ്ധ ദൈവത്തിന് അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ ലക്ഷ്യം പ്രസംഗിക്കുന്ന ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോ ജീവന്റെ ജനമായി നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ ശുശ്രൂഷകാലത്ത് അവൻ ഇപ്രകാരം ഉപദേശിച്ചു. വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്താവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. യേശുവിനോട് കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോൾ ദൈവത്തോടെ നിരീക്ഷിച്ചാലും നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. നിന്റെ സ്വാമികർത്തനാൽക്കുമെന്ന് പറഞ്ഞു. മാർത്താവിനോട് നാളിലെ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നാൽ വിശ്വസിക്കുന്നവരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അവളവനോട് കർത്താവേ, ലോകത്തിൽ വരുവാനിക്ക് ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവരുടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരിയലായുസോ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. വേർപാടിന്റെയും ഇടയനും ആത്മാക്കളുടെയും സർവാജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മശിനാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ വിധിക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിവ് ചെയ്യുന്ന നിങ്ങളുടെ അമസ്വാതന്ത്രാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മസ്വാതന്ത്രാനെ അങ്ങയുടെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം.
മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. കർത്താവ് ലോകത്തിലിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. കഴിഞ്ഞ 86 വർഷക്കാല ലോകത്ത് ജീവിച്ച് സഭയിലും സമൂഹത്തിലും നല്ല സാക്ഷ്യം വഹിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ ധന്യജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ദൈവം ദാനമായി കൊടുത്ത മക്കൾ, വിവിധ സ്ഥലങ്ങളിൽ കൊച്ചുമക്കൾ എല്ലാവരും ഇടവയുമായുള്ള സജീവമായ ബന്ധത്തിലായിരിക്കുകയും നല്ല നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഇത് ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന ട്രെയിനിങ് ആണ്. മാതൃടവിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും സജീവമായി ഇടവയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാനും പ്രവർത്തിപ്പാനും സാധിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഏത് പ്രായത്തിലായാലും നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ദുഃഖകരമാണ്. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ആശ്രയിക്കുമ്പോൾ നമുക്കേറെ ധൈര്യവും ആശ്വാസവും അതിൽ കൂടെ ലഭിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരിക്കുകയില്ല, മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് പ്രിയ പിതാവ് ജീവിതത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുക. മരണം മൂലം പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ പിതാവ് താൻ പ്രിയം വെച്ച കർത്താവിനെ മുഖാമുഖമായി കണ്ട് മാലാഖമാരോടൊപ്പം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്നത് വിശ്വാസ കണ്ണുകളാൽ കാണാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയ പിതാവിൻ്റെ വേർപാടിൽ കർത്താവ് നീ തന്നല്ലോ, നീ തന്നെ എടുത്തിരിക്കുന്നു, നിന്റെ നാം മഹത്വപ്പെടട്ടെ എന്ന സ്തുതിസ്തോത്രങ്ങളോടുകൂടി ഭൗതിക ശരീരത്തെ ലോകത്തിൽ നിന്ന് യാത്ര അയപ്പാൻ സാധിക്കും. അതിലപ്പുറമായി ഒരു നാൾ കർത്താവിൻ്റെ സന്നിധി ഒരുമിച്ച് കാണും എന്നുള്ള വലിയ ഉറപ്പും പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ, ഏറ്റവും പ്രത്യാശയോടുകൂടെ പ്രിയപ്പെട്ടവരെ സ്തുതിസ്തോത്രങ്ങളോടുകൂടി ലോകത്തിൽ യാത്ര അയപ്പാനിടയാകും. മരണമെന്ന് കേൾക്കുന്നത് ചിലർക്ക് ഭയാനകമാണ്. മരണമൊരു യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിൽ പോലും മരണത്തെ അഭിമുഖീകരിക്കാൻ അധികം ആളുകളും തയ്യാറായിട്ടില്ല. അവർക്കാണ് മരണം എന്ന് പറയുന്നത് ഭയാനകമായിട്ട് തീർന്നിരിക്കുക. മരണശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പോലെ സന്തോഷകരമായ ഒരനുഭവമില്ല. മരിച്ചാലും ജീവിച്ചാലും ഒരുപോലെയാണ്. ഈ ലോകത്ത് കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. മരിച്ചാൽ നിത്യമായ കർത്താവിനോട് വസിപ്പാനായിട്ട് മാറ്റപ്പെടുന്നു. ഈ ഉറപ്പും പ്രത്യാശ ആർക്കാണ് ഉള്ളത്? മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ഏക വഴി മരണത്തെ ജയിച്ച യേശുകർത്താവുള്ള പ്രത്യാശയാണ്. മരണത്തെ ജയിച്ച യേശുകർത്താവ് പ്രത്യാശ വയ്ക്കുകയും അതിലൂടെ നിത്യജീവന്റെ അംശികളായിരിക്കുകയും ചെയ്യുന്നവർക്ക് മരണത്തെ പോലെ സന്തോഷകരമായ ജീവിതാനുഭവമില്ല. കാരണം മരണത്തിലൂടെ നിത്യമായി മുഖാമുഖമായ കർത്താവിനെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം ലഭ്യമാകുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ മരണവും നമ്മോട് ചോദിക്കുന്നു, മരണം ഒരു യാഥാർത്ഥ്യമാണ്, മരണത്തെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നാം തയ്യാറായിട്ടുണ്ടോ എന്ന്. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ മരണത്തെ അഭിമുഖീകരിപ്പാനുള്ള തയ്യാറെടുപ്പ് മരണത്തെ ജയിച്ച യേശുവിനുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയും ഉറപ്പുമുള്ളവരായിരിക്കാൻ ഈ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ഉറപ്പും പ്രത്യാശയുള്ളവരായിരിക്കാൻ നമുക്ക് ഏവർക്ക് സാധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട വേർപാടിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരുന്നത്. കർത്താവിൻ്റെ സന്നിധി ഒരുമിച്ച് കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഭൗതിക ശരീരത്തെ ലോകത്തിൽ നിന്ന് യാത്ര അയപ്പാൻ തക്കവണ്ണം സാധിക്കുക. പ്രിയ പിതാവിൻ്റെ വേർപാൽ ദുഃഖിക്കുന്ന പ്രിയ മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ടവരോടുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും വിനവുകളെയും ക്രിസ്തുയേശുവിൽ കാത്ത് ഏറിയ പ്രത്യാശയും ഉറപ്പുമുള്ളവരായി നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ തലകളെ വണക്കി പ്രിയ പിതാവിൻ്റെ വേർപാൽ ദുഃഖിക്കുന്ന പ്രിയമക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കലങ്ങിപ്പോരുത്.
നിന്റെ പിതാവിൽ വിശ്വസിപ്പിക്കുന്നതിലും വിശ്വസിപ്പിക്കുന്ന നല്ലി ചെയ്ത കർത്താവ്, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് നിത്യമായ ജീവിതത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസന്റെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നന്ദിയോടുകൂടി തന്നെ സ്തുതിക്കുന്നു. ജീവിച്ചതായ കാലഘട്ടത്തിൽ നിന്നെ സ്നേഹിപ്പാൻ, നിന്റെ സ്നേഹം അനുഭവിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കരുതുവാൻ ആ നല്ല മാതൃക തലമുറകൾക്ക് പ്രദാനം ചെയ്യുവാൻ നിന്റെ ദാസനെ നീ ഒരുക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ദിവ്യമായ സമാധാനം നിന്റെ മക്കൾക്ക് നൽകി നീ ആശ്വസിപ്പിക്കണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം തോന്നിയിട്ടില്ലാത്തതുമായ ദിവ്യമായ സമാധാനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിൽ ഒരിക്കൽ എത്തിച്ചേരേണ്ടവരെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിപ്പാനും നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ളതായ ഒരുക്കവും കാത്തിരിപ്പോടും കൂടെ ജീവിപ്പാനും ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസന്റെ വേർപാടിന്റെ സമയം മുതൽ ഇതുവരെ ആവരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അഭിനന്ദ തിരുമേനി അതിനായി ഒരുക്കിയതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവേ, തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളിലും നിന്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഇടവകയെ നിന്റെ ദിവ്യമായ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ ഓരോരുത്തരും നിന്റെ ആശ്വാസം നീ പകരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. പ്രത്യാശ പകർന്ന ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് അഭിമന്യ യുവാക്കന്മാർക്കുള്ള തിരുമേനിയാണ്. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ അച്ഛന്മാരോടും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി അച്ഛൻ്റെ മൂത്ത മകൻ രാജൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അഭിമന്യ തിരുമേനി യാക്കീം മാർ കൂർലോസ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുമേ, എൻ്റെ പിതാവിനെ പറ്റി ഒരു വാക്ക് പറയാതിരുന്നാൽ അടുത്ത തലമുറയ്ക്ക് അതിൽ വലിയ നഷ്ടമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ സമയം ഉപയോഗിക്കുകയാണ്. എൻ്റെ പിതാവിന് 3 സഹോദരിമാരും 2 സഹോദരന്മാരുമായിരുന്നു. ഈ 86 വയസ്സ് വരെ ഈ 3 സഹോദരിമാരും അവരുടെ വിവാഹം കഴിച്ച ആൾക്കാരും മക്കളും 2 സഹോദരന്മാരും അവരെ സ്നേഹിക്കുന്നവരും ഇന്നത്തെ ദിവസം വരെ, ഈ മരിച്ച ദിവസം വരെ കറുത്തൊരു വാക്കുപോലും പരസ്പരം സംസാരിക്കാത്ത ഒരു കുടുംബം എൻ്റെ ജീവിതത്തിൽ കാണുവാൻ, അതിൻ്റെ ഭാഗമാക്കാവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഞാനിവിടെ പറയാതെ പോയാൽ തലമുറയ്ക്കൊരു വലിയ നഷ്ടമാകും. ഞങ്ങൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക ദൈവം ഞങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പറയുന്നു. പിന്നെ ഞങ്ങളൊക്കെ വിദേശത്തായിരുന്ന സമയത്ത് അച്ഛൻ കുറച്ചു കാലം ഇവിടെ തനിച്ച് താമസിക്കേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാനായിട്ട് 2 സഹോദരിമാർ, പ്രത്യേകിച്ച് ഉമ്മാമയായി അവരോട് നന്ദി പ്രത്യേകമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തിരുമേനി, ഞങ്ങളുടെ ക്ഷണാനുസരിച്ച് അച്ഛൻ ഞാനിരിക്കുമ്പോഴാണ് ക്ഷണിച്ചപ്പോൾ തന്നെ സമ്മതിക്കുകയും വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തതിനായിട്ട് അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അച്ഛൻ്റെ സ്വന്തം സഹകാരിയായി കൂടെ ഇരുന്ന കോശിയോടും കുടുംബത്തോടും ഉള്ള സ്നേഹം പ്രത്യേകമായി സമയം ഓർപ്പിക്കുന്നു. ഞാൻ അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തി. ഞങ്ങളെ സന്ദർശിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പനും മക്കളും സഹോദരങ്ങളും എല്ലാം കൂടെ ഏത് നേരവും ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ പോകും നാളെ, അതുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുന്നതൊക്കെ തമാശ പറഞ്ഞ് കഴിഞ്ഞ് ഈ സുഖമായി വീട്ടിൽ വന്ന് ഈ മരിക്കുന്നതിൻ്റെ 2 ദിവസം എന്നോട് പറയാം, രാവിലെ 4 മണിക്കെന്നെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, എടാ രായോ എൻ്റെ ആഗ്രഹം നടന്നില്ല. ഞാൻ പറഞ്ഞു അച്ഛാ ഇപ്പോഴൊന്നും പറയുന്നില്ല, ഞാൻ ഇല്ലാത്ത ആവശ്യം വന്നിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ നല്ല ഒരു അന്ത്യം ദൈവം കൊടുത്തതിനായിട്ട് ദൈവത്തെ നിങ്ങൾ അന്യമായി സ്തുതിക്കുന്നു. ആയിരുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയാസമുള്ളവരായി തീരുവാൻ ഇടയാക്കാതെ ദൈവം നിന്റെ മകനെ അവിടെ അനുഗ്രഹിച്ചതായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ ഇവിടെ വന്നുയർന്ന ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരെയും
നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരെയും, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ആർക്കെങ്കിലും ഇനി കാണാനായിട്ടുണ്ടെങ്കിൽ മുൻപോട്ടും കാണാം. മഴയൊന്ന് തോരുന്ന സമയത്ത് മൃതദേഹം സെമിത്തേരിയിലേക്ക് എടുക്കുന്നതാണ്. ഞായറാഴ്ച 4 മണിക്ക് ഈ ഭവനത്തിൽ വെച്ചൊരു പ്രത്യേക പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 4 മണിക്ക് സമയവും സ്നേഹികളും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മഴയുടെ അസൗകര്യം ഉണ്ടായതുകൊണ്ട് കുഴിക്കടുത്ത് വെച്ചുള്ള ശുശ്രൂഷയും ഇവിടെ വെച്ച് ഇപ്പോൾ നടത്തപ്പെടുകയാണ്. ദയവായിട്ട് എല്ലാവരും പള്ളിക്ക് ഉള്ളിൽ തന്നെ പ്രവേശിച്ച് ഏതാത് സ്ഥലങ്ങളിൽ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 3-ാം ഭാഗ ശുശ്രൂഷയും ഇവിടെ വെച്ച് നടത്തുകയാണ്. ആരെങ്കിലും അവസാനമായിട്ട് കാണാനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണണം, അതിനുശേഷം സ്ഥാപിക്കുന്നതല്ല. നമ്മുടെ കർത്താവെഴുന്നേൽക്കുന്നു, മരിച്ചവർക്കുയരും പ്രത്യാശയും മരണം മായിക്കും ദൈവത്തിൻ ശബ്ദം മരിച്ചവരുയർത്തും അവനെ വാഴ്ത്തും. കടന്നുപോയിടാം ബ്രഹ്മസ്ഥാനത്തെ തുറമുഖത്തങ്ങ് കപ്പലെത്തിടും. നമ്മുടെ വഴിയാത്ര അടുപ്പിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകായി കരുതിയ കുഞ്ഞാട്ടിനുടയാ അതല്ല
വരുമ്പോൾ മന്ദാരങ്ങളെ നീ മെലിഞ്ഞു നിന്ന ഞാലം ചെയ്തതിനാളങ്ങളെ മരണത്തിൽ കൈവടിയരുരേ നീ കരുണാവാരിയേപം ചെയ്തടിയാർ കുറവുള്ളവരെ ഇവിടെ വെച്ച് മണ്ണിടണോ? പോവല്ല മാറ്റം. സോദരരെ എന്നിങ്ങനെ മൃത്യുനുഭവിച്ചിടുന്നു ചന്ദമേനിയാകെ ചീഞ്ഞഴിഞ്ഞോ ദ്രവിച്ചിടുന്നു മാനിച്ചവരെ മണ്ണിയെ അയക്കുന്നു സ്നേഹിച്ചവരെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമായി മുറിയിടുന്നു പലവഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ള എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതര മല്ലന്മാരും അതിൽ പാർക്കുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പും കോടുകൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതായിരുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നുണ്ടെന്ന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നുണ്ടെന്ന്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നുണ്ടെന്ന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയെ പുകഴുന്നതെന്തെന്ന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നുണ്ടെന്ന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തെന്ന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തെന്ന്. ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ
പിതാവായ സർവശക്തനായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടിക്ക് മാത്രമായവനും മനുഷ്യർക്ക് വേണ്ടി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് തിരുവാരം ജീവിതരെയും മരിച്ചരെയും ജിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ കാണിക്കുന്നതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും പാപമോചനത്തിലുള്ള മാമോദീസ മാത്രം നിങ്ങളേറ്റു പറഞ്ഞ് മരിച്ചടിയർത്തേൽപ്പിന് വരുവാനുകളോ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. പാർക്കുമാർ സമൻകാലു. ഇപ്പോൾ മൂടി വെക്കാം. മൃതദേഹം സെമിത്തേരിയിലേക്ക് എടുക്കപ്പെടുന്നു. കെട്ടിക്കുന്നതായിരിക്കും. ടാർപോളം കെട്ടിക്കണം. Buono.